ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിലെത്തിയ യുവതിയെ പാമ്പ് കടിച്ചു. പുതുനഗരം കരിപ്പോട് സ്വദേശിനി ഗായത്രിയാണ് പാമ്പ് കടിച്ചത്. ഗായത്രിയെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവരങ്ങളുമായി ഇക്ബാൽ അറക്കൽ ചേരുന്നുണ്ട്. ഇക്ബാൽ, പുതുനഗരം കാപ്പോട് സ്വദേശിനി ഗായത്രിയാണ് പാമ്പ് കടിച്ചത്. ഗായത്രി ഇപ്പോൾ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ ഗായത്രിയുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? ഇന്ന് രാവിലെയാണ് മകളുമായി ഡോക്ടറെ കാണാൻ വേണ്ടി ഗായത്രി വീട്ടിൽ നിന്നും ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തുന്നത്. ഈ സമയത്താണ് ഗായത്രിക്ക് പാമ്പ് കടി ഏറ്റതെന്നാണ് ഗായത്രിയുടെ ബന്ധുക്കൾ പറയുന്നത്. നിലവിൽ ഗായത്രിയെ പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്കാണ് എത്തിച്ചിട്ടുള്ളത്. ഗായത്രിയുടെ ഭർത്താവും അതുപോലെ തന്നെ ഗായത്രിയെ കടിച്ചു എന്ന് കരുതുന്ന ഈ പാമ്പും ഇവരുടെ കയ്യിൽ തന്നെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇന്ന് രാവിലെയാണ് ഗായത്രി മകളെ ചികിത്സിക്കാൻ വേണ്ടി ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിയത്. ഏട്ടാ, എത്ര മണിക്ക് അവർ ആശുപത്രിയിലേക്ക് എത്തി? അത് ഇന്നലെ കൊണ്ടുപോയതാണ്. ഇന്നലെ നൈറ്റ് എന്തോ സാധനം എടുക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിനുള്ളിൽ തന്നെ ആയിരുന്നു. അവിടെ പോയപ്പോൾ അവിടെ നിന്നാണ് കടിച്ചത്. എപ്പോഴാണ് അവരെ ഇങ്ങോട്ട് മാറ്റിയപ്പോഴാണ്? ഇന്ന് കാലത്ത് ഒരു 11 മണിയായി. ഇവിടുത്തെ ഡോക്ടർമാരെന്താ പറയുന്നത്? അപ്പോൾ ഡോക്ടർ ഒന്ന് ഡോക്ടർ നോക്കിയാ ഗായത്രിയുടെ ബന്ധുക്കൾ ഉൾപ്പെടെ ചേരുന്നുണ്ട്. ഇപ്പോൾ ഡോക്ടർ ഇവരെ പരിശോധിച്ചിട്ട് എന്താ പറഞ്ഞിട്ട്? എവിടെ ഈ ഡോക്ടർ? പാലക്കാട് ജില്ല. ഇവരെ 24 hours ഒബ്സർവേഷനിൽ വെക്കണം. നാളെ ഉച്ചവരെ ഇവിടെ ഒബ്സർവേഷനിൽ ഇരിക്കണം. വെച്ചാണ് ഗായത്രി പാമ്പ് കടിച്ചത് ആശുപത്രി? പാമ്പ് കടിച്ചത് ഹോസ്പിറ്റലിൽ തന്നെയാണ്. കുട്ടിക്ക് യൂറിൻ ടെസ്റ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ യൂറിൻ എടുക്കാൻ വേണ്ടിയിട്ട് ഇവർ കുട്ടി യൂറിൻ പാസ് ചെയ്തു. ബോട്ടിൽ എടുക്കാൻ വേണ്ടി അത് അടിച്ചുവിടാനായിട്ട് ചൂലെടുത്തപ്പോൾ ചൂലിൻ്റെ അടിയിൽ ഈ സംഭവം കിടക്കുന്നത് പാമ്പ്. അപ്പോൾ റൂമിലാണോ വാർഡിലായിരുന്നു കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്ത്രീകളും കുട്ടികളുള്ള വാർഡിലാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾക്ക് സംഭവിച്ചത് പിന്നീട് വേറെ ആർക്കും സംഭവിച്ചത് നമുക്കൊരു ഉത്തരവാദിത്വം പറയാൻ പറ്റില്ല. കാരണം തൊട്ടടുത്തെല്ലാം ചെറിയ കുട്ടികൾ കിടക്കുന്നുണ്ട്. ഇതിപ്പോൾ സ്ത്രീകളുടെ വാർഡിനുള്ളിലെ അവസ്ഥയാണെങ്കിൽ ബാക്കിയുള്ളവരുടെ അവസ്ഥ പറയണോ? രാത്രി തന്നെ ഗായത്രി ഇങ്ങോട്ട് കൊണ്ടുവരിക? അല്ലല്ല, ഇന്ന് കാലത്താണ് പാമ്പ് കടിച്ചു. ഇന്നലെ കുട്ടിയെ അഡ്മിറ്റ് ആക്കിയതാണ്. ഡെങ്കു ഫീവറാന്ന് പറഞ്ഞാൽ അഡ്മിറ്റ് ആക്കിയത്. അപ്പോൾ ഇന്ന് കാലത്താണ് പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ അമ്മയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. കുട്ടി ഇപ്പോൾ കുട്ടികളുടെ ഹോസ്പിറ്റലിൽ അവിടെ വെയിറ്റിങ്ങിലാണ്. ഇവർ ഡിസ്ചാർജ് നമ്പറൊക്കെ തരുമ്പോൾ ബ്ലഡ് ഡോക്ടർമാർ ഗായത്രിയുടെ അവസ്ഥയുമായി ബന്ധപ്പെട്ട് എന്താ പറയുന്നത്? ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട് അവരിപ്പോൾ വലിയ കുഴപ്പമില്ല, പേടിക്കാനില്ല. എങ്കിലും 24 hours ഒബ്സർവേഷനിൽ ഇരിക്കണം. ഈ കുപ്പിയിലുള്ള പാമ്പാണ് കടിച്ചതെന്നാണ് പറയുന്നത്? അതെ, ഈ പാമ്പ് തന്നെയാണ് കടിച്ചത്. നിങ്ങളപ്പോൾ ഈ പാമ്പും അതുപോലെ തന്നെ ഗായത്രി എത്രയും പെട്ടെന്ന് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തി. എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിച്ചു. പക്ഷെ അവരിപ്പോൾ പറയുന്നത് 24 hours ഇവിടെ ഇരിക്കണം എന്ന്. കുഴപ്പമില്ല, ആരോഗ്യസ്ഥിതിയിൽ വലിയ പ്രശ്നമൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. സ്വദേശിയാണ്? അതെ. എത്ര വയസ്സുണ്ട് അവർക്ക്? 36 വയസ്സുണ്ട്. കരിപ്പോടുള്ള വാർഡ് കൗൺസിലർ ഉൾപ്പെടെ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നിങ്ങളുടെ വാർഡിൽപ്പെട്ട ഒരു വ്യക്തിക്കാണ് ഇത്തരത്തിലൊരു അനുഭവം സർക്കാർ ആശുപത്രിയിൽ നിന്നുണ്ടായിട്ടുള്ളത്. അതെ, വളരെ മോശമായിട്ടുള്ളൊരു സന്ദർഭമാണ് ഇന്നിപ്പോൾ കേരളത്തിൽ നടക്കുന്ന ഒരു സംഭവമാണ്. ആശുപത്രികൾ കേന്ദ്രീകരിച്ച് പാമ്പുകൾ ഉണ്ടാകുക എന്നുള്ളത്. ആ കുട്ടികളുടെ ജീവൻ അപകടത്തിലാണ്. ചിറ്റൂർ താലൂക്ക് ആശുപത്രി എന്ന് പറയുന്നത് നമ്മുടെ ഒരു മന്ത്രി കൃഷ്ണൻകുട്ടിയേട്ടൻ്റെ MLA പരിധിയിൽ വരുന്ന ഒരു ആശുപത്രിയാണ്. അവിടെ പോലും പെരിച്ചാഴികളും അതുപോലെ തന്നെ പാമ്പുകളും ഒക്കെ കണ്ടു എന്നാണ് അവിടെയുള്ള രക്ഷിതാക്കൾ പറയുന്നത്. ശക്തമായിട്ടുള്ള നടപടി വേണം. ഇതിനെതിരെ ശക്തമായ നടപടിയെടുക്കണം. കേരളത്തിൽ ഒരു തരത്തിലും ഒരു ഹോസ്പിറ്റലിൽ ഈ തരത്തിലുള്ള ഒരു സംഭവം വരാതിരിക്കാൻ വേണ്ടി ആരോഗ്യമന്ത്രി അതിൽ ശക്തമായിട്ട് ഇടപെടണം. ഭർത്താവ് ഉൾപ്പെടെയുള്ളവർ ചേരുന്നുണ്ട്. ഇത്തരം സംഭവം ഇനി ഒരു സർക്കാർ ആശുപത്രിയിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് തന്നെയാണ്. തീർച്ചയായിട്ടും നടക്കാൻ പാടില്ല. ഇന്നലെ നൈറ്റ് ഞാൻ പുറത്ത് പോകുമ്പോൾ പെരിച്ചാഴി ഹോസ്പിറ്റലിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വെളിയിൽ പോകുന്നുണ്ടായിരുന്നു. പെരിച്ചാഴി, എലി, അങ്ങനെയുള്ള എല്ലാം ഉണ്ട്. അവിടെ ഒരു ക്ലീനിങ് അല്ല അവിടെ. കുട്ടിയുടെ അവസ്ഥയും ഇപ്പോൾ കുറച്ച് ഇവിടെ നിന്നില്ല, ഇനി കൊല്ലംകോട് കൊണ്ടുവന്നാണ് പറഞ്ഞത്. അവിടെ നിന്ന് ഒന്നും കിട്ടിയിട്ടില്ല, അതിൻ്റെ പേപ്പറൊന്നും കിട്ടിയിട്ടില്ല. അത് കിട്ടില്ല, ഇനി കൊല്ലംകോട് കൊണ്ടുവന്ന് പറഞ്ഞു. സർക്കാർ ആശുപത്രി, ചിറ്റൂർ താലൂക്ക് ആശുപത്രി എന്ന് പറയുന്നത് ഒരു സർക്കാർ ആശുപത്രിയാണ്. അവിടെ ചികിത്സയ്ക്ക് മകളുമായി എത്തിയ സമയത്തായിരുന്നു